ഹലോ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഈ വീഡിയോസ് ഒന്നും ഇപ്പം ഉള്ള വീഡിയോസ് അല്ല കേട്ടോ. ഞാൻ നാട്ടിൽ പോയിരുന്നില്ലേ, ആ സമയത്തുള്ള വീഡിയോസാണ്. അപ്പോൾ ഇന്ന് മുതൽ ഇനി കുറച്ച് ദിവസം അങ്ങോട്ട് ഞാൻ നാട്ടിൽ പോയപ്പോൾ എടുത്തു വെച്ച കുറേ വീഡിയോസ് ഇടാൻ വേണ്ടി പെൻഡിങ് ഉണ്ട്. അത് ഓരോന്നായിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അന്ന് നാട്ടിൽ പോയപ്പോൾ ഞാൻ ഇവിടുന്ന് വലിയ കാലത്ത് ലാപ്പൊക്കെ എടുത്ത് പോയി ഡെയിലിയുള്ള വിശേഷങ്ങളൊക്കെ ഓരോന്നായിട്ട് വീഡിയോ എടുത്തിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്പം അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഒരു ദിവസം പോലും മര്യാദയ്ക്കൊന്ന് വീട്ടിലിരിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് തിരക്കും ഓട്ടപ്പാച്ചിലായിരുന്നു. ആകെ കുറച്ച് ദിവസത്തിനല്ലേ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യലും നടന്നില്ല. പിന്നെ അപ്ലോഡ് ചെയ്യാനാണ് നോക്കുകയാണെന്ന് വെച്ചാൽ നെറ്റിന്റെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് അപ്ലോഡ് ചെയ്യലും ഒക്കെ ഒരു കഥയായിരുന്നു. പക്ഷെ ഞാൻ ഡെയിലി വീഡിയോസ് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. ഫോണിൽ വീഡിയോസ് എടുത്തെടുത്ത് ലാസ്റ്റ് ഫോണിന്റെ സ്റ്റോറേജ് ഫുള്ളായപ്പം ഫോണിലെ വീഡിയോസ് എല്ലാം കൂടി ലാപ്പിലേക്ക് കയറ്റിയിട്ട് ഫോൺ എന്നുള്ളത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബഹറിൽ തിരിച്ചെത്തി ഒന്ന് ഫ്രീ ആയപ്പം ഇനി അങ്ങോട്ട് ഓരോ ദിവസമായിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്തിടാന്ന് കരുതിയപ്പം എൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ലാപ്പിന് എന്തോ കേടുപറ്റി, എന്തോ കംപ്ലൈന്റ് ആയി, ലാപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ. അതോട് കൂടിയിട്ട് വീഡിയോന്റെ കാര്യം വീണ്ടും പെൻഡിങ് ആയി. അതാണ് നമ്മൾ കുറേ ആയിട്ട് ലോങ് വീഡിയോസ് ഒന്നും നമ്മുടെ ചാനലിൽ ഇടാത്ത കേട്ടോ. അങ്ങനെ എന്തായാലും ഇപ്പോൾ ലാപ്പൊക്കെ റെഡിയായി കൈ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറേ ആലോചിച്ചു, ഇത് നേരത്തെയുള്ള നാട്ടിൽ പോയപ്പോഴുള്ള വീഡിയോസ് അല്ലേ ഇനി അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ. പക്ഷെ എനിക്ക് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നുന്നില്ല. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടെടുത്ത വീഡിയോസ് അല്ലേ. അപ്പം ഞാൻ എന്തായാലും വേണ്ടില്ല, അങ്ങക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ വീഡിയോസൊക്കെ ഇടാന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് കുറച്ച് ദിവസം അങ്ങോട്ട് ഞാൻ നാട്ടിൽ പോയപ്പോൾ ഉള്ളതും പിന്നെ ഞാൻ ഇവിടെ പോണതിന് മുന്നുള്ള 2-3 വീഡിയോസൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ ഇത്രയും നേരം കണ്ടതാണ് കേട്ടോ എൻ്റെ നാട് തിരൂര്. നല്ല ബഹ്റൈനിൽ നാട്ടിലെത്തിയപ്പോഴത്തേക്കും ഇതിൻ്റെ സൗണ്ട് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. തീരെ സൗണ്ടില്ല രാവിലെ എഴുന്നേറ്റപ്പോൾ. ഇപ്പോൾ ഇത്രയെങ്കിലും സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബഹ്റൈനിൽ നിന്ന് വന്നത് അങ്ങനെയുള്ള മെഡിക്കൽ എമർജൻസി ആയിട്ട് വന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോവാണ്. കോട്ടയ്ക്കൽ മിംസിലാണ് ബുക്ക് ചെയ്തത്. 10 മണിക്ക് എത്താൻ പറഞ്ഞാണ്. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം 9:45. അപ്പോൾ ഞാനും എൻ്റെ അനിയനും ബാക്കിൽ എൻ്റെ അമ്മ ഉണ്ട്. ഞങ്ങൾ 3 പേരോടെയാണ് പോണത്. പോയിട്ട് ഞാൻ എന്താ പറയാനൊന്നും അറിയില്ല. കോട്ടയ്ക്കൽ മിംസായിട്ട് നല്ല തിരക്കുണ്ടാവും, നല്ല വെയിറ്റിംഗ് ഉണ്ടാവും. ഒന്നാമത് നമ്മൾ പറഞ്ഞ സമയത്തിനേക്കാളും ലേറ്റാണ്. അപ്പോൾ എന്തായാലും പോയോക്കട്ടെ. ഇന്നലെ രാത്രി നട്ടപ്പാരയ്ക്ക് വന്നിട്ട് ഇരുട്ടത്ത് വന്ന കാരണം നാടൊന്നും കണ്ടില്ല. ഇന്നിപ്പം രാവിലെ ഇറങ്ങി ഞാൻ വെളിച്ചത്തിൽ നാടൊക്കെ കണ്ട്. കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പോയപ്പോൾ നടന്നിരുന്ന പാലം പണിയൊക്കെ കഴിഞ്ഞു. പിന്നെന്താ പൈപ്പ് വെള്ളത്തിനൊക്കെ ചാലൊക്കെ കയറിയിട്ടിട്ട് ഫുള്ള് റോഡൊക്കെ അലമ്പാക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ. എന്തായാലും നാട്ടിലെത്തിയ സന്തോഷം. പിന്നെ നല്ല ചൂടാണ് നാട്ടിൽ. എനിക്ക് തോന്നും അവിടെ നല്ല തണുപ്പല്ലേ. അപ്പോൾ പെട്ടെന്ന് ആ തണുപ്പിന്ന് ചൂടത്തേക്ക് വന്നുകൊണ്ടാവുന്നുണ്ട് ചെറിയൊരു പനിയും സൗണ്ടൊക്കെ പോയിട്ട്. പിന്നെ അങ്ങോട്ടുള്ള വീഡിയോ വോയിസ് ഓവർ കൊടുക്കാം. പിന്നെ സൗണ്ട് വന്നിട്ട് ഇപ്പം ഇൻട്രോ പറയാൻ വേണ്ടി മാത്രം ഇത്രയും സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കാം. നല്ല സ്ട്രെയിൻ എടുത്തിട്ടാണ് സംസാരിക്കാം കേട്ടോ. ഇത് പറയാണ്ട് കാരണം ചേട്ടാ അത് ഇതാണ്ടോ എൻ്റെ അനിയൻ. അങ്ങനെ ഞാൻ ബഹ്റൈനിൽ നിന്ന് നാട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോണത്. കോട്ടയ്ക്കൽ മിംസിലേക്കാട്ടോ പോണത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇതിന് മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എന്നോട് കുറേ പേര് ചേച്ചിക്ക് എന്താ പറ്റിയത്, എന്താ അസുഖം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ നാൾ എന്ന് പറയുമ്പോൾ 2-3 വർഷമായിട്ട് റൈറ്റ് സൈഡിൽ തലേൻ്റെ ഭാഗത്ത്, ഷോൾഡറിൻ്റെ ഭാഗത്ത്, അതുപോലെ ആ സെയിം സൈഡിന് പുറം ഭാഗം ഒക്കെ ഭയങ്കര പെയിൻ ആയിരുന്നു. പക്ഷെ ആ ഒരു വേദന എപ്പോഴും ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്തെങ്കിലും ജോലി കുറേ നേരം ചെയ്യാന്നുണ്ടെങ്കിൽ, അടുക്കളയിലൊക്കെ നിന്ന് കുറേ നേരം ജോലി ചെയ്യുകയാണെങ്കിൽ, വെയിറ്റ് എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പിയാണ്. അപ്പം ഞാൻ ഒരാളെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഞാനൊരു രോഗിയാവും. അങ്ങനത്തെ ഒക്കെ അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ പ്രൊഫഷൻ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഡോക്ടറെ കാണിക്കാനോ അങ്ങനെ, കാരണം എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ആ പെയിൻ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനത് അത്ര വലിയ കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ബഹ്റിനിലേക്ക് വന്നതിന് ശേഷം പിന്നെ എനിക്ക് ആ പെയിൻ കൂടി വരാൻ തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് ആ പെയിൻ മാറാതെ അങ്ങനെ നിൽക്കാൻ തുടങ്ങി. പിന്നെ അത് തലയ്ക്കകത്തൊക്കെ ഭയങ്കര പെരുപ്പ്, പിന്നെ പുറം ഭാഗത്തൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ മരവിച്ചിരിക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെയായി മാറി. അപ്പോൾ എനിക്ക് നല്ലോണം പേടിയാവാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ തലയ്ക്കകത്ത് പെരുപ്പൊക്കെ തുടങ്ങിയപ്പോഴത്തേനും ആകെ ടെൻഷനായിപ്പോയി. ഇവിടെ ഞങ്ങൾ പക്ഷേ ഡോക്ടറൊന്നും കാണിച്ചില്ല. എനിക്കാണെങ്കിലും ഏട്ടനാണെങ്കിലും ഇവിടെ കാണിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഇവിടെ ഭയങ്കര എക്സ്പെൻസാണ്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ പൈസ മുടക്കിയാൽ തന്നെയും അതിനൊരു കാര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റണം എന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ അവസ്ഥ അത്രയും മോശമായിരുന്നു ആ ഒരു സമയത്ത്. എനിക്ക് പണികൾ ചെയ്യാൻ മാത്രമല്ലായിരുന്നു ബുദ്ധിമുട്ട്, കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. കിടക്കുമ്പോൾ പോലും ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസും ഒക്കെ പറഞ്ഞു ഇവിടെ കാണിക്കണേക്കാളും എന്തുകൊണ്ടും ബെറ്റർ നാട്ടിൽ പോയി കാണിക്കണതാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല.
പെട്ടെന്ന് തന്നെ നാട്ടിൽ കയറി പോരാനുള്ള ടിക്കറ്റ് എടുക്കാനുണ്ടായത്. അങ്ങനെ കോട്ടയ്ക്കൽ മിംസിലെത്തിയിട്ട് ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടർ ചന്ദ്രശേഖരനെയാണ് ഞാൻ കൺസൾട്ട് ചെയ്തത്. അടിപൊളി ഡോക്ടറാണ് കേട്ടോ. അനാവശ്യമായിട്ടൊരു മെഡിസിൻ എഴുതേ ഒന്നുമില്ല. ഡോക്ടർക്ക് ഞാൻ പറഞ്ഞപ്പോഴേ എൻ്റെ അസുഖം എന്താണെന്നുള്ളത് മനസ്സിലായി. പിന്നെ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞ അസുഖം തന്നെയായിരുന്നു എനിക്ക്. കഴുത്തിൻ്റെ അവിടുത്തെ ഞരമ്പ് ഒന്ന് വലിഞ്ഞതായിരുന്നു, വേറെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇതെന്താണെന്ന് അറിയണവരെ ഭയങ്കര ടെൻഷനായിരുന്നു. വെറുതെ ഞാൻ കുറേ ടെൻഷൻ അടിച്ചു. ഒന്നുമില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് ഒന്ന് സമാധാനമായത്. എനിക്ക് ആകെ ഡോക്ടർ രണ്ട് മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് ഞാൻ ഒരു 10 ദിവസം കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വേദനയും എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കംപ്ലീറ്റ് മാറി. എനിക്കിത് ഇന്ന് ഈ നിമിഷം വരെ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. എനിക്ക് എന്തായാലും ഡോക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി ഡോക്ടറായിരുന്നു. എന്നോട് അന്ന് കുറേ പേര് ഏതാ ഡോക്ടർ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡോക്ടർ ആരാന്നുള്ളത് പറഞ്ഞത്. അങ്ങനെ അവിടുത്തെ ഫാർമസിയിൽ നിന്ന് മെഡിസിൻ ഒക്കെ വാങ്ങിച്ച്, പിന്നെ തൊണ്ടവേദന നല്ലോണം ഉള്ളതുകൊണ്ട് അവിടുത്തെ കോഫി ഷോപ്പിൽ നിന്ന് ഒരു കോഫി വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ തിരൂർ വന്നപ്പോഴത്തേനും അച്ഛൻ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛനും ഇന്ന് ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ്. അപ്പം അച്ഛനെ കൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾ അച്ഛനെ കാണിക്കാനുള്ള ഡോക്ടറെ അടുത്തേക്ക് പോയി. ഇതിന്റെ ഷോർട്ട് ഞാൻ ഇട്ട സമയത്തും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ എന്താ പറ്റിയത് എന്നുള്ളത്. അച്ഛന് കാലിലൊരു മുറിവായതാണ്, അത് ഉണങ്ങണേ ഇല്ല. അച്ഛന് ഒന്നാമത് ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. പിന്നെ അച്ഛൻ്റെ കാല് ആക്സിഡന്റ് ആയ കാലാണ്. അപ്പം അതിനകത്ത് എന്തെങ്കിലും ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഉണങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഒന്നരാടൻ ഡോക്ടറെ കണ്ടിട്ട് ആ മുറിവ് അഴിച്ച് കെട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അച്ഛനെ കൂട്ടി പോയത്. അതാ 10 ദിവസം കഴിഞ്ഞ് കാണിക്കാനാ. പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ കാണിച്ചിട്ട് പോയി. 2-ാം ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഇവിടുന്ന് ഗൾഫിലേക്ക് പറഞ്ഞയക്കണുള്ളൂ ഞങ്ങള്. മനസ്സിലായ? നാട്ടിൽ നിന്നിട്ട് പോയാൽ മതി. അല്ലാണ്ട് ഇതിന്റെ തനി സ്വഭാവം പുറത്തു വരും. വണ്ടാന്ന് കഴിഞ്ഞ് പോയാൽ മതി ഇവിടുന്ന്. എന്നെ ഇവിടുന്ന് പരിപാടി ഇല്ല. അവിടുന്ന് ഞാൻ പറഞ്ഞ കേട്ടാ 2-ാം തീയതി കഴിഞ്ഞിട്ട് പോണം. വണ്ടി ഓടിച്ച് ഞാൻ വണ്ടി സൈഡാക്കും. നിങ്ങള് നടന്നു കൊണ്ട് എന്റെ വണ്ടി അന്തസ്സായിട്ട് ഞാൻ പോയേനെ. നിങ്ങളെ കാത്തിക്കേണ്ട കാര്യം എനിക്കില്ലായിരുന്നു. പിന്നെ അമ്മണി കിടന്ന് വിളിച്ചോണ്ടാണ് ഞാൻ പോയത്. നിങ്ങളെ കെട്ടിയോള് നിങ്ങളെ കാണാൻ ചേട്ടനെ എവിടെയെന്ന് പറഞ്ഞ കാര്യമല്ലേ. പിന്നെ എങ്ങനെ അങ്ങനെ അച്ഛനെ ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും കണ്ണന് നല്ലോണം വിശക്കുണ്ട്, ദാഹിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ചോറ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചേട്ടാ നീ ചോറ് കഴിച്ചാൽ പോരച്ചപ്പോൾ ഓനത് പോരാ, ഓൻ അപ്പം അവിൽ മിൽക്ക് വേണം. ഓൻ അവിൽ മിൽക്ക് പുറത്തിറങ്ങി അവൻ അവിൽ മിൽക്ക് വേണം. അവിൽ മിൽക്കിൻ്റെ ആളാണ്. അപ്പം അതിനുള്ള അടവാണ്. അങ്ങനെ എന്തായാലും വേണ്ടില്ല, ചെക്കൻ്റെ ആഗ്രഹം വെച്ചിട്ട് ഞങ്ങൾ അവനൊരു അവിൽ മിൽക്ക് വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ ആരും ഒന്നും കഴിച്ചില്ല കേട്ടോ. ഞാനും അച്ഛനും അമ്മയൊന്നും അപ്പം അവിടെ നിന്നൊന്നും കഴിച്ചില്ല. അവൻ മാത്രം അവിടെ നിന്ന് അവിൽ മിൽക്ക് കുടിച്ചു. അവിൽ മിൽക്ക് കുടിക്കുന്ന നേരത്തിന് ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചെരുപ്പിൻ്റെ ഷോപ്പ് കയറിയിട്ട് കുറച്ച് ചെരുപ്പൊക്കെ നോക്കി. പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരൂർ വന്നു. തിരൂരുള്ള എലസദ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഇന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയതുകൊണ്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊന്നും വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നത്തെ ഫുഡ് പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചേട്ടൻ കണ്ടോ ലൈവായിട്ട് മീനൊക്കെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അയിലാണെന്ന് തോന്നുന്നു. അത് ഇന്ന ഡോക്ടറെ കാണിക്കലും അച്ഛനെ ഡോക്ടറെ കാണിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും സമയം നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. ഏകദേശം 3 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. കണ്ണന് വലിയ വിശപ്പുണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം ഓ അവിൽ മിൽക്ക് കുടിച്ചിട്ടല്ലേ ഉള്ളൂ. എനിക്കും അമ്മയ്ക്കും അച്ഛനൊക്കെ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ചിക്കൻ ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തത്. ഞാനും അമ്മയും ഹാഫ് ചിക്കൻ ബിരിയാണിയും, അച്ഛനും കണ്ണനും ഫുൾ ചിക്കൻ ബിരിയാണിയും. കണ്ണപ്പം അവിൽ മിൽക്ക് കുടിച്ചിട്ടല്ലേ ഉള്ളൂ, ഓൻ ഈ ബിരിയാണി തിന്നു നിങ്ങൾ ചിന്തിക്കും. ഓനാൾ കാണുന്ന മാതിരിയല്ല, ഓനിതൊക്കെ എന്ത് നിസ്സാരം, ഓൻ തിന്നോളൂ. അവിടുത്തെ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ട് ഞാനും അമ്മയും കണ്ണനും കൂടി നേരെ വീട്ടിലേക്ക് പോയി. അച്ഛൻ നേരെ കടയിലേക്കാണ് പോയത്. അച്ഛൻ കുറച്ച് നേരത്തേക്ക് കട അടച്ചിട്ടിട്ട് വന്നതായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി കുറച്ച് നേരം ഒന്ന് സ്വസ്ഥമായിട്ട് കിടക്കാന്ന് കരുതി പോയി കിടന്നപ്പം എനിക്ക് 2 കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ വിളിച്ചു. അങ്ങനെ ഞാൻ കുറേ സാധനങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു തിരിച്ച് ബഹറിലേക്ക് പോരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് ഏതാ വന്നതെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ ഞാൻ ഓടിപ്പടിച്ച് താഴ്ത്തു വന്ന് നോക്കിയപ്പം ഞാൻ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്ത സാധനമൊന്നുമല്ലായിരുന്നു, എൻ്റെ കസിനെ ഓർഡർ ചെയ്ത സാധനമാണ്. ഇനി ഞാൻ തിരിച്ച് ബഹറിനിലേക്ക് പോകുമ്പം ഇത് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അതിൽ ആദ്യത്തേത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം നല്ല ഭംഗിയുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാഷ്വൽ ഷോൾഡർ ക്രോസ് ബോഡി ബാഗായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ആ ബാഗ്. പിന്നെ മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ സൈഡിൽ നിന്നിട്ട് എന്തൊക്കെയോ കൗണ്ടർ അടിക്കാൻ കേട്ടോ അമ്മ. ഞാൻ എന്തൊക്കെയോ തിരിച്ച് പറയണുണ്ട്. നടത്തണമൊക്കെ ചള്ളതിൻ്റെ ഇടയിൽ കൂടി അപ്പോൾ ആയിരം മര്യാദയ്ക്ക് അടിച്ചിടാത്തേക്ക് അമ്മതി. അങ്ങനെ അവസാനം അമ്മ അകത്തേക്ക് കയറിപ്പോയി. പിന്നെ ഞാനിതിനകത്ത് അമ്മേനെ തള്ളേന്ന് വിളിക്കുന്നിട്ട് നിങ്ങൾ ആരും ഒന്നും മോശമായിട്ട് കമൻറ്റ് ഇടരുത് കേട്ടോ. അത് സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ്. ഞങ്ങൾ ബേസിക്കലി കൊല്ലംകാരാണല്ലോ, അപ്പോൾ അവിടെ അങ്ങനെ വിളിക്കുന്നതിന് കുഴപ്പമില്ല. കൊല്ലം തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയണത് കൂടുതൽ മനസ്സിലാവും. അവിടെ അങ്ങനെ വിളിക്കുന്നത് പ്രശ്നമുള്ള കാര്യമല്ല, നോർമലാണ്.
സ്നേഹക്കൂടുതലുകൊണ്ടാണ് ശരിക്കും നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. ഇങ്ങനെ വിളിക്കുന്നത് ഒരു മോശം കാര്യമാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മനെ പ്രോത്സാഹിപ്പിക്കും തോന്നുന്നുണ്ടോ? നല്ല കിട്ടും ചെയ്യും, നല്ല കേൾക്കും ചെയ്യുന്നു എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന്. അങ്ങനെ അടുത്ത പെട്ടി പൊട്ടിച്ച് നോക്കിയപ്പം അതിനകത്ത് വേറൊരു പെട്ടിയായിരുന്നു. വലിയൊരു സൂട്ട് കേസായിരുന്നു. നമ്മുടെ ട്രോളി ബാഗില്ലേ അതായിരുന്നു കേട്ടോ. നല്ല കളറായിരുന്നു അതിൻ്റെതും. ഇളം പച്ച കളറ്, ഇളം പച്ച എന്നല്ലേ അതിന് പറയാ, കിളിപ്പച്ച, പിസ്തപ്പച്ച, എന്താ അങ്ങനെ എന്തൊരു കളറ്. ഈ പെട്ടിയും നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരുന്നു. 5000 രൂപയായിരുന്നു തോന്നുന്നു അതിൻ്റെ റേറ്റ്. ഇത് രണ്ടും ടാറ്റാ ക്ലിക്ക് നട്ടോ ഓർഡർ ചെയ്തത്. ടാറ്റാ ക്ലിക്കിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും. നല്ല വില കുറവിൽ നമുക്ക് നല്ല സാധനങ്ങൾ മേടിക്കാൻ പറ്റും കേട്ടോ അതിനകത്തുനിന്ന്. അപ്പം ഇത്രയേ ഉള്ളൂ. അൺബോക്സിങ്ങും കഴിഞ്ഞു. ഇനി ഞാൻ പോയിട്ട് കുറച്ച് നേരം സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങട്ടെ. അപ്പം നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.